CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചു നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. മൂന്നാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ഐതിഹ്യ പെരുമയുണർത്തി ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം ആരംഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപെരുമയോടെ ആനയില്ലാ ശീവേലി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്സവാരംഭ ദിവസം ആനയെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആനയില്ലാതെ നടത്തിയ ശീവേലിയുടെ സ്മരണ ഉണർത്തിയാണ് ഇന്നും ഉത്സവത്തിന്റെ തുടക്ക ദിവസം രാവിലെയുള്ള ശീവേലി ആനയില്ലാതെ നടത്തുന്നത്. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016-ൽ പ്രഖ്യാപിച്ച താലൂക്കിന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സാഹചര്യം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച കേരള സ്റ്റോറി 2 സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സിനിമ പ്രദർശിപ്പിക്കുന്ന കുന്നംകുളം ഭാവന തിയേറ്ററിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തി. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി മുരളി പെരുന്നെല്ലി MLA പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തി. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ടു തകർത്ത് കാണിക്കപ്പണം കവർന്നിട്ടുണ്ട്. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവത്ര മോഹനന്റെ 32ാമത് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തി. യശശരീരനായ പ്രസിദ്ധ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഗേഹമായ കിരാലൂരിലെ മാടമ്പ് മനയിൽ നാടകമൊരുങ്ങുന്നു. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി നാട്യഗ്രഹത്തിലാണ് നാടകാവതരണം. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി തകർന്ന് യാത്രായോഗ്യമല്ലാതായ വെള്ളർക്കാട് തിപ്പിലശ്ശേരി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അറിയിച്ചു. 3 തവണ ടെൻഡർ നടപടികൾ നടത്തേണ്ടി വന്നതാണ് നിർമ്മാണ പ്രവൃത്തികൾ വൈകാൻ കാരണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ചാലിശ്ശേരി മുക്കൂട്ടാങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ മെയിൻ റോഡ് സെന്റർ വരെ 4 കിലോമീറ്റർ ദൂരം കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിനിരുവശവും LED വൈദ്യുത ദീപാലങ്കാരങ്ങൾ പ്രകാശിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേകാട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മത്സ്യവിതരണം പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിനുള്ള 2.5 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിലെ ഗ്രാമീണ വായനശാല മുതൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വരെ 1 കിലോമീറ്ററോളം ദൂരമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ അവാർഡ് ലഭിച്ച ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ BJP കൗൺസിലർമാർ ആദരിച്ചു. ഗർഭാശയ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സർക്കാർ തലത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ HPV വാക്സിനേഷൻ ട്രെയിനിംഗ് ക്ലാസ് പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് പറക്കാടുള്ള മൊടാട്ടുകുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.